ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. ഇത് പറയാൻ ഇപ്പോഴും 2022 നിങ്ങൾക്ക് മടി. പക്ഷേ ജനതാ പാർട്ടിയുമായി ഞങ്ങൾ സഹകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ RSS ബന്ധമുള്ളവർ ജനതാ പാർട്ടിയിലുണ്ട് എന്ന ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. പക്ഷേ ചരിത്രത്തിലാദ്യമായി RSSനും കോൺഗ്രസിനും ഒറ്റ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിന് ആ ചരിത്രഘട്ടം അറിയും. പറയാൻ പാടില്ല. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു RSS നേതാവ് വന്നിട്ടില്ല. ഇത് കയ്യോടെ പിടിക്കപ്പെട്ടതാണ്. ഇത് പറയാൻ പാടില്ലാത്തതാണ്. പറയുകയാണ് ഞങ്ങൾക്ക് പലരുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അക്കമിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് BJPയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് 2020 വോട്ട് ലഭിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ BJPയുടെ സ്ഥാനാർത്ഥിയായി ആ മണ്ഡലത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട ബഹുമാനീയനായ RSSന്റെ പ്രചാരകൻ പറയുകയുണ്ടായി ഞങ്ങളുടെ നല്ലൊരു പങ്ക് വോട്ട് കോൺഗ്രസിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. ഇപ്പോഴാ ഞാൻ ഈ സംവാദത്തിനായി വരുന്നതിന് തൊട്ടു മുമ്പ് കാണാൻ വേണ്ടി കഴിഞ്ഞ മറ്റൊരു ദൃശ്യം SDP-യുടെ പതാകയുമായി അവരുടെ പ്രവർത്തകർ UDF സ്ഥാനാർത്ഥി വിജയിച്ച തൃക്കാക്കരയുടെ MLA-യുടെ ചിത്രവും ബാനറും പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രചാരകരോടൊപ്പം വലിയ ആഘോഷത്തോടും സന്തോഷം പങ്കിട്ടുകൊണ്ടും നഗരവീഥികളിലൂടെ SDP-യുടെ പതാക ഉയർത്തി നടന്നു നീങ്ങുന്ന ആഘോഷങ്ങളോടെ ആരവങ്ങളോടെ നടന്നു നീങ്ങുന്ന ഒരു ദൃശ്യം ഇപ്പോൾ കാണുകയുണ്ടായി. അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമഗ്രമായ വിലയിരുത്തൽ സംഭവിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളുടെ വലിയ ഏകീകരണം തൃക്കാക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. 2021 ഞങ്ങൾക്ക് ഈ വോട്ടിംഗ് ശതമാനം ലഭിക്കുമ്പോൾ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസായും BJP-യായും 2020-യായും ഒക്കെ വിഘടിച്ചു നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ 2022 ഈ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് UDF വിജയിച്ചപ്പോൾ ഞങ്ങളുടെ വോട്ട് 2,500-ഓളം വോട്ട് സാങ്കേതികമായി ഉയർന്നുവെങ്കിൽ പോലും ഞങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു നിന്നിരുന്നത് 2020 ഇല്ലാതായിരിക്കുന്നു. RSS കൂടുതൽ ലോപിച്ചിരിക്കുന്നു, NDF കൂടുതൽ ലോപിച്ചിരിക്കുന്നു. അതൊക്കെ UDF-ലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ രാഷ്ട്രീയ ചിത്രം പ്രസക്തമായ 2020-യുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട മുഖമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ശ്രീ സാബു അദ്ദേഹം ഇന്നലെയും ഇന്നുമൊക്കെയായി നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമ വക്താക്കളോട് നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹം സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം അദ്ദേഹത്തിന്റെ ആഹ്ലാദം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഞങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ സമ്പൂർണ്ണമായും ആ ആഗ്രഹപ്രകാരമുള്ള വിജയമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. UDF സ്ഥാനാർത്ഥിക്ക് തന്നെയായിരുന്നു തങ്ങളുടെ പിന്തുണ എന്ന് വെളിവാക്കുന്ന പ്രതികരണങ്ങളാണ് 2020-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് ഒരു വശം അങ്ങനെ നിൽക്കുന്നു. രണ്ടാമത് RSS-നോടും NDF-നോടുമുള്ള ഞങ്ങളുടെ സമീപനം അത് വെളിവാക്കുന്ന പ്രത്യക്ഷത്തിൽ കേരളത്തിലെ ജനതയ്ക്ക് അനുഭവവേദ്യമാകുന്ന രണ്ട് സംഭവവികാസങ്ങളുണ്ടായി. ഒന്ന് UDF-ന്റെ മുൻ ക്യാബിനറ്റ് പദവി അലങ്കരിച്ചിരുന്ന ചീഫ് വിപ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടതായി വന്നു. NDF-ന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഇന്നലെയും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലുമൊക്കെയായി കേരളത്തിന്റെ ജയിൽ മുറികളിലേക്ക് പോകേണ്ടതായി വന്നു. ഈ തർക്കം ഉയർന്നു വന്ന ഘട്ടത്തിൽ സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം ഞങ്ങൾ ശക്തിയോടുകൂടെ പറഞ്ഞു ഞങ്ങൾക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്നുള്ളതല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട, ഒപ്പം പേരെടുത്ത് NDF-ന്റെ വോട്ട് വേണ്ട, RSS-ന്റെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, ഇത് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയല്ലേ UDF-ലേക്ക് പോകുന്ന വോട്ടും സംഭവിക്കുക. UDF-ലേക്ക് പോകുമ്പോൾ അത് BJP-യുടെ വോട്ടാണ് അല്ലെങ്കിൽ BJP-ക്കാരായ വോട്ടാണ് എന്നാണോ? കെ സുരേന്ദ്രൻ അല്ലല്ലോ വോട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഇത് രണ്ടിനെയും രണ്ടായി കാണണം എന്നുള്ള എന്റെ അഭിപ്രായം അങ്ങ് മുഖവിലേക്ക് എടുക്കേണ്ടത് അവിടെയാണ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം എന്താണ്, RSS-ന്റെ ഒരു പ്രചാരകന് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തോന്നാത്തത്? 15,000 വോട്ട് RSS പ്രചാരകരുടെ വോട്ടാണെന്ന് താങ്കൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? അത് BJP-ക്ക് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന തൃക്കാക്കരയിലെ വോട്ടറാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ സ്വാഭാവികമായി വന്നു നിൽക്കുക അവർ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലേ, അവർ ഉയർത്തുന്ന ചിന്താഗതിയല്ലേ, അവർ മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയഗതിയല്ലേ. ആ ആശയത്തിന്റെ ചുവട്ടിലല്ലേ നമ്മൾ ഒപ്പുചേർത്തുക. BJP-ക്ക് 15,000-ഓളം വരുന്ന വോട്ടർമാർ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കിയ വസ്തുതയാണ്. RSS-ന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ, സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ ആശയഗതികളെ പിന്തുണയ്ക്കുന്ന അത്രയും ആളുകൾ അവർക്ക് അവിടെയുണ്ട്. അത് വസ്തുതാപൂർണമായി നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മുടെ മുമ്പിൽ വെളിവാക്കുന്നുണ്ട്. അതിൽ നിന്ന് ലോപിച്ചു എന്നുള്ളത് അത് ഞങ്ങളുടെ ഒരു വിശകലനം മാത്രമല്ല. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞതും RSS-ന്റെ സ്ഥാനാർത്ഥിയായി തൃക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിരുന്ന ആൾ എന്ന് പറഞ്ഞതും ഞങ്ങളുടെ വോട്ടുകൾ UDF-ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. 2020-യുടെ വക്താവ് നമ്മളുടെ മുമ്പിൽ വന്ന് 2 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത് നമ്മളുടെ മുമ്പിലെ വസ്തുതയായി, ഞങ്ങളുടെ വിശകലനങ്ങൾക്കപ്പുറം അവർ തന്നെ സ്വയം അവകാശപ്പെടുന്ന വസ്തുതയായി, പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ച വസ്തുതയായി നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനെ എന്തുകൊണ്ട് നമ്മൾ കാണാതിരിക്കണം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ ജയ്ക്ക്, ഇപ്പോൾ രാഹുലും ശ്രീ ഹരിദാസും ഉന്നയിച്ച വിഷയങ്ങൾ താങ്കൾക്ക് മറുപടി പറഞ്ഞു. പക്ഷേ ഞാൻ താങ്കളോട് അടിസ്ഥാനപരമായി ചോദിക്കുന്നത്, നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ താങ്കൾ ഈ പറഞ്ഞ BJP വോട്ട്, അതുപോലെ 2020 വോട്ട്, SDP വോട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. CPM-ന്റെ വോട്ടും ഇന്ന്
പറഞ്ഞത് എന്തേ താങ്കൾ കേട്ടില്ല എന്ന് നേരത്തെ ശ്രീ രാഹുൽ ചോദിച്ചു. ഞാനതിൻ്റെ മറുപടിയിലേക്ക് വരാം. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി നമ്മളുടെ സംവാദത്തിൽ പങ്കെടുക്കുന്നയാൾ സുദീർഘ സമയമെടുത്ത് നിരവധി വിമർശനങ്ങൾ ഇടതുപക്ഷത്തിന് നേരെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടൊക്കെ അദ്ദേഹം ഉയർത്തുകയുണ്ടായി. നിരീക്ഷകൻ എന്ന രൂപത്തിൽ പങ്കെടുക്കുന്ന ആളും അതിശക്തമായ ഇടതുപക്ഷ വിരുദ്ധ വിമർശനങ്ങൾ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കവച്ചു വെക്കുന്ന എന്ന് സംശയിപ്പിക്കുന്ന നിലയിലുള്ള ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ വിമർശനം, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ കൂടെ അദ്ദേഹം സമഗ്രമായി ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതായത് ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് സംസാരത്തിന്റെ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി, എനിക്ക് പാർഷ്യൽ ഹിയറിംഗിന്റെ അസുഖം മറ്റുമുണ്ട്, അപ്പോൾ ആ അസുഖം ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്, എത്രയും വേഗം വന്നിരിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ചികിത്സാ വിധികൾ നടത്തുവാനും മരുന്ന് കുറിക്കുവാനും ഒക്കെ എവിടെ നിന്നാണ് ബിരുദം നേടിയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ അഭിപ്രായത്തെ തള്ളിക്കളയുന്നില്ല, സ്വീകരിക്കുന്നു. പക്ഷേ എനിക്ക് ചികിത്സയും മരുന്നും വിധിക്കുന്നതിന് മുമ്പ് ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം പാളയത്തിലുള്ള ആളുകളോട് അവരോടൊന്നും ചികിത്സ വിധിക്കുകയോ മരുന്ന് കുറിക്കുകയോ ഒന്നും വേണ്ട, രാഷ്ട്രീയ പ്രവർത്തനത്തിലും മനുഷ്യജീവിതത്തിലും സത്യസന്ധമായി നമ്മൾ എല്ലാവരും അനുവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ നമ്മുടെ എല്ലാവരുടെയും പാഠ്യപദ്ധതിയുടെ ഭാഗമായി ടു ദ ടീച്ചർ എന്ന പേരിൽ എഴുതിയ കവിത നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. ആ കവിതയുടെ 2 വരികളുണ്ട്. ഫോർ എവരി സെൽഫിഷ് പൊളിറ്റീഷ്യൻ ദർ ഇസ് എ ഡെഡിക്കേറ്റഡ് ലീഡർ എന്നുള്ളതാണ്. ഇത് MBBS പഠിച്ചാലൊന്നും കിട്ടുന്ന ചികിത്സാ വിധി ഒന്നും അല്ല കേട്ടോ. നമ്മുടെ സാധാരണക്കാരായ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വായിച്ചു പഠിച്ച കവിതയിലെ 2 ശകലാണ്. കവിത പഠിക്കുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ ചില വലിയ സത്യങ്ങൾ തിരിച്ചറിയാനും ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അതായത് സെൽഫിഷായ ഏത് സ്വാർത്ഥനായ രാഷ്ട്രീയക്കാരനും പകരമായി നിശ്ചയദാർഢ്യമുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരും എന്ന് ലിങ്കൻ തന്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന അധ്യാപികയ്ക്ക് അയക്കുന്ന കത്തിൽ പറയുന്നുണ്ട്. ഞാനത് സന്ദർഭവശാൽ ഓർമ്മിക്കാൻ കാരണം RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായി രാജ്യമെമ്പാടും കോൺഗ്രസ് മാറുന്ന കാലമാണ്. സമീപത്താണ് മലയാള മനോരമ ദിനപത്രത്തിന്റെ മുൻപേജിൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ട് മത്സരിപ്പിച്ച കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ആ ഭരണഘടനയും സത്യത്തെയും ഒക്കെ വിട്ടൊഴിഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി RSSന്റെ കൂടാരത്തിലേക്ക് വർഗീയത വെച്ച് നീട്ടുന്ന അപ്പക്കഷ്ണം സ്വീകരിച്ചുകൊണ്ട് കടന്നുപോയത്. അപ്പോൾ കഴിയുമെങ്കിൽ അവരോട് ചികിത്സയും മരുന്നും ഒന്നും കൊടുത്തില്ലേ പോലും രാഷ്ട്രീയത്തിലും ജീവിതത്തിലും സത്യസന്ധരാകാനും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളോട് ശരി പുലർത്തുവാനും ശ്രമിക്കണം എന്ന് വിനയത്തോടുകൂടെ അങ്ങേ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു വരുന്നു, BJPയുടെയും BJPയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്, 2020യുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും വോട്ട് കിട്ടിയിട്ടില്ലേ, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തുകൊണ്ട് കേട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു മർമ്മം അതാണ്. ഞാൻ ആവർത്തിച്ച് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സ്വന്തമായ ഒരു നിശ്ചിത വോട്ട് ബാങ്ക് എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. 2021 ഇവിടെ ഭൂതകാല തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളൊക്കെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചു. 2016 സമാദരണീയനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിച്ചതിനേക്കാൾ വോട്ട് കുറഞ്ഞില്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഞങ്ങൾ സൂക്ഷ്മമായി തന്നെ ഞങ്ങൾ വിലയിരുത്തി, പ്രാഥമിക വിലയിരുത്തലിൽ തന്നെ ഞാൻ അങ്ങയോടും എന്നെ കേൾക്കുന്ന പ്രേക്ഷക സമൂഹത്തോട് ഞാൻ പങ്കുവച്ചു. 2016 ഞങ്ങൾ UDFനെ തോൽപ്പിക്കുമ്പോൾ ജനങ്ങൾ UDFനെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇടതുപക്ഷത്തെ അധികാരത്തിലേക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സീറ്റിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് 2021 വരുന്നത്. 99 സീറ്റിന്റെ അധികാരത്തോട് കൂടിയിട്ടാണ് ഞങ്ങളെ അധികാരത്തിലേക്ക് കൈപിടിച്ച് അറിയിക്കുന്നത്. അപ്പോൾ അതായത് 2016 വലിയ ഇടതുപക്ഷ തേരോട്ടത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുമ്പോൾ തൃക്കാക്കരയിൽ ഞങ്ങൾക്ക് ലഭിച്ച വോട്ട് ഷെയറാണ് മുമ്പ് സൂചിപ്പിച്ചത്. ആ ഇടതുപക്ഷ തേരോട്ടം നടന്ന 2021 വോട്ട് ഷെയർ കൂടി. ഇതാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടി എന്ന് പറയുന്നത് പോലെ തന്നെയാണോ ഒരു ഒന്നാം തരം മതതീവ്രവാദ സംഘടനയുടെ വോട്ട് കിട്ടിയെന്ന് നമ്മൾ അവകാശപ്പെടുന്നത്? അതിനെയും ഇതിനെയും ഒരേപോലെ തുറനം ചെയ്യാൻ പാടുണ്ടോ? ഏത് രാഷ്ട്രീയമായ വിദ്വേഷം നമ്മുടെ മനസ്സിലും പ്രവൃത്തിയിലും ഉണ്ടെങ്കിലും അത് പാടുള്ളതല്ല. പിന്നെ ഞാൻ സൂക്ഷ്മമായി ഞാൻ പറഞ്ഞു, ഇതിനുശേഷം ഈ സംവാദത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് കണ്ടത് എന്താണ്? RSS വോട്ട് നൽകി എന്ന് RSSന്റെ സ്ഥാനാർത്ഥി പറയുന്നു, പ്രതിപക്ഷ നേതാവ് അത് സ്വീകരിക്കുന്നു. 2020 വോട്ട് നൽകിയെന്ന് 2020യുടെ നേതാവ് പറയുന്നു, പ്രതിപക്ഷ നേതാവ് അത് സ്വീകരിക്കുന്നു. അതോടൊപ്പം കണ്ട ഏറ്റവും ദുരന്തപൂർണമായ ദൃശ്യമാണ് SDPIയുടെ പതാകയും പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുകയാണ്. RSSന് ബദലായി തങ്ങളുടെ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നവർ, മതരാഷ്ട്രവാദികൾ, മതതീവ്രവാദികൾ, അവർ കോൺഗ്രസിനോടൊപ്പം വിജയാഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും, ആങ്കർ എന്ന നിലയിൽ എത്രയോ സംവാദങ്ങളിൽ, തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഉയർന്നു വന്നിട്ടുള്ള എത്രയോ സംവാദങ്ങളിൽ ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞു, ഈ കൂട്ടർ
കിട്ടുന്ന വോട്ട് വേണ്ട. അതിന്റെ പേരിൽ ഒരു പഞ്ചായത്തിൽ തോറ്റാൽ, ഒരു നിയമസഭയിൽ തോറ്റാൽ, ഒരു പ്രദേശത്ത് ഭരണം നഷ്ടപ്പെട്ടാൽ അത് ഞങ്ങൾ വേണ്ടെന്ന് വെക്കും. ഇത് ഞങ്ങളുടെ നിലപാടായിരുന്നു. ഈ നിലപാടുള്ളത് കൊണ്ട് ആ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല. RSSന്റെ വോട്ട് ലഭിച്ചില്ല. SDPയുടെ പതാകയും പിടിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ആഹ്ലാദ പ്രകടനം നടത്താൻ ഒരു NDFന്റെ പ്രചാരകനും പ്രവർത്തകനും വന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് SDPയുടെ പതാകയുമായി പരസ്യമായി പ്രചരണവും പ്രവർത്തനവും നടത്താൻ വേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് അന്തസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരനും നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടേണ്ടതില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് മടി കാണിച്ചു? എന്തുകൊണ്ട് അവരെ സ്വീകരിച്ചു? ഇപ്പൊ ആ ദൃശ്യന്റെ മൊബൈൽ ഫോണിലുണ്ട്, വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരാം. ഇത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ശരിയായ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഏത് മനുഷ്യനെ സംബന്ധിച്ചും ഇന്ത്യൻ താലിബാനിസത്തിന്റെ അതിന്റെ പ്രതീകമാണ് BJP. അത് NDFനെ പോലെ തന്നെയാണ്, അത് ISISനെ പോലെ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല. അങ്ങ് ചോദിക്കുന്നു BJPക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ BJPയുടെ മതതീവ്രവാദ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരാണോ? നമ്മൾ കാണേണ്ടത് എന്താണ്? ഈ ആശയത്തെ RSS മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയം എന്താണ്? NDF മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയം എന്താണ്? ശരിയാണ്, അങ്ങയുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത അനുഭവം ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ നമ്മൾ കാലാകാലങ്ങളിൽ കേരളീയ രാഷ്ട്രീയ സമൂഹം കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? 5 വർഷക്കാലം UDF ഭരിക്കും, 5 വർഷക്കാലം LDF ഭരിക്കും. 2% മുതൽ 4% വരെയുള്ള കേരളത്തിലെ ഒരു ഫ്ലോട്ടിംഗ് വോട്ടാണ് ഇടതുപക്ഷത്തിന്റെ ഭരണത്തെയും UDFന്റെ ഭരണത്തെയും കേരളത്തിൽ നിർണ്ണയിച്ചു കൊണ്ടിരുന്നത്. ഇത് കാലാകാലങ്ങളിൽ മുമ്പോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയ അനുഭവങ്ങളുടെയും ആശയഗതികളുടെയും നടപ്പിൽ വരുത്തിയ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ UDFനും LDFനും വോട്ട് ചെയ്യുന്നത്. പക്ഷേ അതേപോലെ താരതമ്യപ്പെടുത്താനോ സമീകരിക്കാനോ കഴിയുന്നതല്ല RSSനും NDFനും ലഭിക്കുന്ന വോട്ട്. അങ്ങ് ഇടയ്ക്ക് കയറി വീണ്ടും സൂചിപ്പിച്ചു NDFനെ പോലെയല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, RSSനും NDFനും ഒരേ തൂവൽ പക്ഷികൾ, ഒരേ മതതീവ്രവാദത്തെ പുണരുന്നവർ. ഇവർക്ക് ലഭിക്കുന്ന വോട്ട് അപകടപൂർണമാണ്. അവിടെയാണ് അങ്ങ് കാണേണ്ടത്. RSSന്റെ പതാകയുടെ ചുവട്ടിൽ നിന്ന് മതതീവ്രവാദ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയ പക്ഷത്തേക്ക് ചേക്കേറുക സ്വാഗതാർഹമാണ്, ഒരു സംശയവുമില്ല. അത് അയാളിനുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതീകമാണ്, അതിന്റെ പരിച്ഛേദമാണ്. അതിനെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അത് കോൺഗ്രസിലേക്ക് ഒരു RSSന്റെ പ്രചാരകൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മതനിരപേക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വന്നാൽ അത് സ്വീകരിക്കേണ്ടതാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും പ്രസ്ഥാനത്തിന് അടിയുറച്ച് വിശ്വസിക്കുകയോ അതിനുവേണ്ടി തെരുവിൽ ഇറങ്ങുകയോ ചെയ്യുന്ന ആളുകളാണെന്ന് ഒരു അർത്ഥവുമില്ല. താങ്കൾ മറ്റു വിഷയത്തിലേക്ക് വന്നോളൂ. അല്ല, RSSന് ലഭിക്കുന്ന വോട്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏത് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴും RSSന് ലഭിക്കുന്ന ഒരു വോട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഒരു വോട്ട് ഞങ്ങൾ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് 2021 വലിയ ഇടതുപക്ഷ തേരോട്ടം ഉണ്ടായപ്പോൾ ലഭിച്ച വോട്ടിൽ നിന്ന് 2500 വോട്ട് അധികം വന്നു. അപ്പോൾ അതേപോലെ തന്നെ BJPക്ക് ഒരു ഫിക്സഡ് വോട്ട് ഉണ്ടാകും. BJP സിമ്പതൈസേഴ്സിന്റെ ഏത് കൊടുങ്കാറ്റിലും RSSന് വോട്ട് ചെയ്യുന്നവരുടെ ഒരു നിശ്ചിത ശതമാനം ഉണ്ടാകും. ആ നിശ്ചിത ശതമാനം ആളുകൾ ഞങ്ങൾ സ്വീകരിച്ച കടുത്ത വർഗീയ വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമായി കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? അവർ RSSന് തന്നെ വോട്ട് ചെയ്താൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാകില്ല. അത് RSSന്റെ സ്ഥാനാർത്ഥി സമ്മതിച്ചു, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സമ്മതിച്ചു. അത് രണ്ടാണ്, അത് രണ്ടും ഒന്നല്ല. അതാണ് അങ്ങയുടെ ചോദ്യത്തിൽ ഒരു അപകടമുണ്ട് എന്ന് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നോടൊരു ഉപദേശം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഉപദേശം എന്ന് വെച്ചാൽ കാക്കേ കൂടെ എന്നുള്ള ആ കവിതയൊക്കെ ചൊല്ലി നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി എന്നുള്ളതാണ്. ബഹുമാനിയായ യൂത്ത് കോൺഗ്രസ് നേതാവെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ 4 വയസ്സുള്ളപ്പോൾ ചൊല്ലുന്ന കവിത തന്നെ ആവരുത് നമ്മൾ 40 വയസ്സുള്ളപ്പോൾ ചൊല്ലേണ്ടത്. നമ്മൾ പ്രായം ചെല്ലുമ്പോൾ അറിവ് വർദ്ധിക്കുകയും നവീകരിക്കപ്പെട്ട മെച്ചപ്പെട്ട മനുഷ്യന്മാരായി ഞാനും അങ്ങയും ഒക്കെ മാറേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ എബ്രഹാം ലിങ്കന്റെ കവിതയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത്. ലിങ്കൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനോ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ എന്നുള്ളത് നോക്കിയിട്ടല്ല. എബ്രഹാം ലിങ്കൻ എന്ന മനുഷ്യൻ എത്ര കൊടിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെങ്കിലും അയാളുടെ ഉള്ളിലെ രാഷ്ട്രീയത്തെ, അയാളുടെ ഉള്ളിലെ മനുഷ്യ അന്തസ്സിനെ ഒക്കെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അവസാനത്തെ പ്രചാരകരും ഇപ്പോൾ കപിൽ സിബലിന് ശേഷം ഇപ്പോൾ ആനന്ദ് ശർമ്മ പോകുന്നതായി കേൾക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് കാരണം വി ഡി സതീശൻ പറഞ്ഞ CPM-ന്റെയും വോട്ട് എന്ന് താങ്കൾ കേട്ടില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് രാഹുൽ ആ വിമർശനം ആദ്യം ഉന്നയിച്ചത്. ഇല്ല, അത് ഇടപെട്ട് വിശദീകരിക്കേണ്ടിയിരുന്നില്ല. കുഴപ്പമില്ല. അങ്ങേക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് ഞാനെന്നുള്ളതുകൊണ്ട് അങ്ങേക്ക് അതൊക്കെ ആവാം, കുഴപ്പമില്ല. സമയം കിട്ടിയതും സംസാരിച്ചും താങ്കളായിരിക്കും. വെറുതെ എന്തിനാണ് അനാവശ്യമായ ഒരു പരാമർശം നടത്തുന്നത്? അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. പക്ഷേ
അതല്ല, സമയത്തിന്റെ മാത്രം മാപിനി വെച്ചിട്ടല്ലോ നമ്മൾ അളക്കേണ്ടത്. ഞാൻ സംസാരിക്കുമ്പോഴുള്ള അങ്ങയുടെ ഇടപെടലും കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുമ്പോഴുള്ള അങ്ങയുടെ ഇടപെടലും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ സഹപാനലിസ്റ്റ് സംസാരിക്കുമ്പോഴുള്ള അങ്ങയുടെ ഇടപെടലും അതുകൂടെ അങ്ങ് പരിശോധിക്കുന്നത് ആങ്കർ എന്ന നിലയിൽ അങ്ങയുടെ പ്രവർത്തനത്തിന് മെച്ചപ്പെട്ട സംഭാവന നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓർപ്പിക്കുന്നു ശ്രീ ജയ്ക്ക്. ചോദ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉണ്ടാവുക, അവിടെ തന്നെയാണ് ഇടപെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിനാണ് ഒരു മാധ്യമ ചർച്ച എന്നൊക്കെ പറയുക. താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞോളൂ. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയോട് മറുപടി പറയാൻ പാടില്ല എന്നൊരു വാശി മറുപടി പറഞ്ഞതേ ഉള്ളൂ ശ്രീ ജയ്ക്ക്, വേറെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല അതിൽ. ഞാൻ നഷ്ടപ്പെട്ട സമയം താങ്കൾക്ക് അധികം തരുകയും ചെയ്യും. യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയോട് അതുകൊണ്ട് പറയാറുള്ളത്, നമ്മൾ ഈ കാലയളവിലെങ്കിലും കാക്കയാക്കെ കൂടെ ഇവിടെ കവിത ചൊല്ലി KPCC ഓഫീസിലും യൂത്ത് കോൺഗ്രസ് ഓഫീസിലും ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ച് മത്സരിപ്പിക്കാൻ വിട്ട MLA RSS കൂടാരത്തിൽ ചേർന്നതുപോലെയുള്ള അനുഭവം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ലിങ്കന്റെ കവിത പറയുന്നത് പോലെ സെൽഫിഷ് പൊളിറ്റീഷ്യന് പകരം ഡെഡിക്കേറ്റഡ് ലീഡർമാർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. പിന്നെ അദ്ദേഹം പല ആവർത്തി പറയുകയുണ്ടായി, തലശ്ശേരിയിൽ പിണറായിയുടെ നേതൃത്വത്തിൽ ജനസംഘവുമായി ആദ്യമായി സഖ്യമുണ്ടാക്കി RSSനെ സഹായിച്ചത് കേരളത്തിൽ CPIM ആണ്, ഇടതുപക്ഷമാണ് എന്നുള്ളത്. അങ്ങ് പാർഷ്യൽ ഹിയറിംഗിനെ സംബന്ധിച്ച് എനിക്ക് ഉപദേശം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ സംവാദം ആരംഭിച്ചത്. അങ്ങ് പാർഷ്യലായി ചരിത്രം പഠിക്കരുത്. ചരിത്രം പഠിക്കുമ്പോൾ പൂർണ്ണമായും സമഗ്രമായും ചരിത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. തലശ്ശേരിയിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനസംഘം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം RSSന്റെ ആദ്യ രൂപം, BJPയുടെ ആദ്യ രൂപം, അതുമായി ഞങ്ങൾ ഒരു ചരിത്രഘട്ടത്തിലും ഒരു രാഷ്ട്രീയ ബന്ധത്തിലും പോയിട്ടുണ്ടായിരുന്നില്ല. സംഭവം എന്തായിരുന്നു? ജനതാ പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ ഒരു ഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഘട്ടത്തിൽ സമാനമായ ആരോപണം, RSS അംഗത്വമുള്ളവർ ജനതാ പാർട്ടിയിലുണ്ടോ എന്ന ആരോപണം ഉയർന്നു വന്നു. അന്നേരമാണ് ചരിത്ര പ്രസിദ്ധമായ മഹാനായ EMSന്റെ പ്രഖ്യാപനം വരുന്നത്. പട്ടാമ്പിയിൽ മഹാനായ EMSനെതിരെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. RSSനും കോൺഗ്രസിനും സംയുക്ത മുന്നണിയായി ഒറ്റ സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി RSSുമായി പരസ്യമായി കൈകോർത്ത് EMSനെ തോപ്പിക്കാൻ ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയ നിങ്ങൾ 2022 തൃക്കാക്കരയിൽ ജയിച്ചപ്പോ SDP-യുടെ പതാക പിടിച്ച ആ പ്രചാരകരുമായി ചേർന്നിരിക്കുന്നു. നിങ്ങളാണോ മതനിരപേക്ഷതയെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്നത്? നിങ്ങളാണോ മതവർഗീയതയെ പ്രതിരോധിക്കുന്നതിനെ സംബന്ധിച്ച് കേരളീയ സമൂഹവുമായി സംവാദത്തിൽ നിങ്ങളുടെ അശുദ്ധി കഴുകിക്കളയാൻ നിങ്ങൾ തയ്യാറാകണം. എന്നിട്ട് വേണം മാന്യമായ സംവാദത്തിന് ഇറങ്ങി വരാൻ.